ഇങ്ങനെ ആയാൽ എക്സിൻ്റെ വില കാണാനാണ് ചോദ്യം. എക്സ് എത്രയാണെന്ന ചോദ്യം. അതായത് നമുക്കിതിനെ രണ്ടിനെ അങ്ങ് 3ൻ്റെ പവറാക്കി എഴുതാം. 9നെ എങ്ങനെ എഴുതും? 3 സ്ക്വയർ ദ ഹോൾ റേസ് ടു 9 വരെ എക്സ് മൈനസ് 3 സമം 27നെ എങ്ങനെ എഴുതും? 3ൻ്റെ പവറാക്കി 3 ക്യൂബ് ദ ഹോൾ റേസ് ടു 4 മൈനസ് എക്സ്. ഇനി നമുക്കറിയാം എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയാൻ എ റേസ് ടു എം എൻ എം ഇൻറ്റു എൻ. അത് കൃത്യൻ്റെ നിയമമാണ്. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 റേസ് ടു ഇതിനെങ്ങനെ എഴുതാം? ഇതൂടെ ഗുണിച്ചെഴുതുക. 2 ഇൻറ്റു എക്സ് മൈനസ് 3 സമം 3 റേസ് ടു 3 ഇൻറ്റു 4 മൈനസ് 6 4 മൈനസ് എക്സ് 3 ഇൻറ്റു 4 മൈനസ് എക്സ്. ഇവിടെ ബേസ് രണ്ടും തുല്യമായാൽ കൃത്യങ്ക നിയമം അനുസരിച്ച് പവേഴ്സ് തുല്യമാണ്. അതായത് 2 പവേഴ്സ് അതൊക്കെ ഇതും അതായത് 2 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് 3 ഇൻറ്റു 4 മൈനസ് എക്സ് ആണ്. ഇതിനകത്തോട്ട് കയറ്റി ഗുണിക്കുക. 2x മൈനസ് 2 ഗുണം 3 6 സമം 3 ഗുണം 4 12 മൈനസ് 3x. എക്സ് അല്ല ഒരു സൈഡിൽ, സംഖ്യ ഒരു സൈഡിൽ. എക്സിൻ്റെ വില കാണും. 2x ഈ മൈനസ് 3x ഇപ്പുറം വരുമ്പോൾ പ്ലസ് 3x ആകും സമം ഇവിടെ ഒരു 12 ഉണ്ട്. ഈ മൈനസ് 6 ഇങ്ങനെ സൈഡിൽ വരുമ്പോൾ 18. 5xൻ്റെ വില 2x 3x കൂടെ കൂട്ടിയാൽ 5x. 5xൻ്റെ വില 18. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില എന്ത് കിട്ടും? 18 കൂടെ കിടക്കുന്ന 5 ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കുക. അതായത് 18/5. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ 9നെ 3 സ്ക്വയർ എഴുതുന്നു, 27നെ 3 ക്യൂബ് എന്ന് എഴുതുന്നു. അതായത് എ റേസ് ടു എം ഇൻറ്റു എൻ ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നു. ഇവിടെ ബേസ് തുല്യമായാൽ പവേഴ്സ് തുല്യമാണ്. ഇവിടെ പവേഴ്സ് രണ്ടും ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ 2 ഇട്ട് അകത്തോട്ട് ഗുണിക്കുന്നു, 3 ഇട്ട് അകത്തോട്ട് ഗുണിക്കുന്നു. അപ്പോൾ ഈ 2x മൈനസ് 3x ഇപ്പുറം വരുമ്പോൾ പ്ലസ് 3x സമം 12 മൈനസ് 6 അപ്പുറം വരുമ്പോൾ പ്ലസ് 6 18. 5x സമം 2x 3x 5x സമം 18. 5x 18 ആയാൽ എക്സിൻ്റെ വില 18/5. ഇനി നമുക്കിത് നോക്കാമല്ലോ. ഇതെങ്ങനെ നമ്മൾ ചെയ്യുക? ആദ്യം ആ ബേസ് അങ്ങ് എഴുതുക. പിന്നെ ഈ പവേഴ്സ് എല്ലാം കൂടെ അങ്ങ് ഗുണിക്കുക. അതായത് പവേഴ്സ് അതൊക്കെ 2 3 3 2 ഗുണം 3 ഗുണം 3 അതായത് 5 റേസ് ടു ഇത് 3 കൂടി ഇൻറ്റു ചെയ്യുക. 2 3 6 3 18. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇത് ആദ്യം ആ ബേസ് അങ്ങ് എഴുതുക. പിന്നെ എത്ര പവർ വന്നോ ആ പവറെല്ലാം കൂടെ നിരത്തി പിടിച്ചാൽ ഗുണിക്കുക.